ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ പുലികളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇന്നാണ്. എ, ബി ബാച്ചുകളിൽ ആയി 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ആണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫൈനൽ. ആറന്മുള ആവേശത്തിമിർപ്പിലാണ്. ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ജലമേളയുടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാൻ ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നത് ഈ പള്ളിയോട സേവാ സംഘത്തിൻ്റെ തന്നെ ഭാരവാഹിയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? നമ്മളെല്ലാ ക്രമീകരണങ്ങളും ഇപ്രാവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമുക്ക് ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആഘോഷങ്ങളിലെ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നീങ്ങി വന്നപ്പോൾ വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുകയുള്ളൂ. ആ കുറച്ച് സമയത്തുൾപ്പെടെ എല്ലാം നമ്മൾ വളരെ തകൃതിയായി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേള നടക്കുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 52 കരകളെ പ്രതിനിധിച്ച് എടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 52 കരകളെ പ്രതിനിധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കരകളിലെ ഒരു ഉത്സവമായി ഇന്ന് മാറിയാണ്. ഈ കരകളിലെയും ആറന്മുളയിലെയും തിരുവോണം എന്ന് പറയുന്നത് ഇന്നാണ് ഇവിടെ നാനാജാതി മതസ്ഥരും എല്ലാ ബന്ധുമിത്രാദികളും എന്ന് ആറന്മുളയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്ന് അതുപോലെ തന്നെ 52 പള്ളിയോടങ്ങളെ വർണ്ണശബളമായ ജലഘോഷയാത്ര നമ്മൾ ഈ നിൽക്കുന്ന ഈ സത്രക്കടവിൽ നിന്നും മേളിലേക്ക് വെച്ചുപാട്ട് പാടി തുഴഞ്ഞ് അതിമനോഹരമായി മേളിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ കുറ്റമറ്റ രീതിയിലുള്ള ഒരു മത്സര വള്ളംകളിയാണ് ഇപ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ നേരത്തെ നമുക്ക് മത്സരം വള്ളംകളിയിൽ ഇപ്രാവശ്യമാണ് ഒരു മത്സര വള്ളംകളിയായിട്ട് തീരുമാനമെടുത്തത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ആചാര അനുഷ്ഠാനത്തിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു മത്സര വള്ളംകളി, എല്ലാ പ്രാവശ്യവും മത്സര വള്ളംകളി ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ മത്സര വള്ളംകളി നടത്തുന്നതിനകത്ത് കുറേ ആശയക്കുഴപ്പങ്ങളുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വള്ളം വിടുന്നതിന് തമ്മിൽ പള്ളിയോടങ്ങളിലെ കരക്കാരുടെ പരാതികള്, അങ്ങനെയുള്ള പല പല ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇപ്രാവശ്യം നെഹ്റു ട്രോഫി സ്റ്റാർട്ടിങ് ചെയ്യുന്ന പോയിന്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഗണ്ണ് വിടുമ്പോൾ ഡിസ്കണക്ട് ആകുന്ന ആ രീതിയിലുള്ള ബെൽറ്റിൽ വെച്ച് ഏകദേശം ഒരേ പള്ളിയോടങ്ങളെ ഒരേപോലെ പിടിച്ച് സ്റ്റാർട്ടിങ് കൊടുത്ത് അത് ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ച് ടൈമിംഗ് നോക്കി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വരുന്ന 4 പള്ളിയോടങ്ങളെ ഫൈനലിലേക്കും അടുത്ത 4 പള്ളിയോടങ്ങളെ ലൂസേഴ്സ് ഫൈനലിലേക്കും ആകുമ്പോൾ എ ബാച്ചിന്റെ പരിപാടികൾ തീരും. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് പിന്നീട് വരുന്നത് ബി ബാച്ചിന്റെയാണ്. ബി ബാച്ച് അതുപോലെ ആകുമ്പോൾ 16 പള്ളിയോടങ്ങളുടെ കളിയോടുകൂടി ഇപ്രാവശ്യത്തെ മന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ജലമേളയ്ക്ക് പരിശ്രമമാക്കി. ഈ പള്ളിയോടങ്ങളെ സംബന്ധിച്ച് മറ്റു പള്ളിയോടങ്ങളുള്ള സ്വാഭാവികമായിട്ട് ഈ പള്ളിയോടങ്ങൾക്ക് പാർത്ഥസാരഥിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണ വള്ളംകളിയെ പോലല്ല, ആറന്മുള ഒരു ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ്. അപ്പൊ പള്ളിയോടങ്ങളുടെ നിർമ്മാണ രീതി തന്നെ വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ആറന്മുള എന്ന് പറയുന്ന ആചാരം? ഞാനതാ പറഞ്ഞത്, ഇതൊരു കളിവള്ളമല്ല. നമ്മളെല്ലാം ആലപ്പുഴ കാണുന്ന കുട്ടനാട് പോലെ കാണുന്ന കളിവള്ളം രീതിയിലുള്ള കളിവള്ളങ്ങളല്ല. ഇത് ഒരു ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. ഇത് ഭഗവാൻ അനന്തശയൻ ഭഗ്നാമം കിടക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണവും അതിന്റെ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെരുപ്പിട്ട് വള്ളത്തെ കയറില്ല, വ്രതശുദ്ധി വേണം, ഷർട്ട് ധരിച്ചു കയറില്ല. അമ്പലത്തിൽ എങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ 52 പള്ളിയോടങ്ങളാണ് നമുക്കുള്ളത്. അതാണ് ദേശത്തിന്റെ ഒരു ഉത്സവമായി മാറുന്നത്. അതോടൊപ്പം തന്നെ പുതുതലമുറകൾ ഒരു ആവേശം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഒരു മത്സര വള്ളംകുളം കൂടെ നടത്തുന്നത്. കാരണം ഒരു കാണികളെ സംബന്ധിച്ച് അത് മാത്രമല്ലല്ലോ, ആചാരാനുഷ്ഠാനം മാത്രമല്ലല്ലോ, അതാണ് ജലഘോഷയാത്ര. അതിനപ്പുറം നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ ആവേശം കൂടെ കൊടുക്കാനാണ് സൗഹൃദപരമായ, ആരോഗ്യപരമായ, അതായത് വാശിയും വൈരാഗ്യവും ഇല്ലാത്ത ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സര വള്ളംകളി കൂടിയാണ് ഇപ്രാവശ്യം നമ്മൾ ക്രമീകരിച്ചത്. ഉണ്ട്. കേന്ദ്രമന്ത്രി ഇപ്പോൾ ഗിരിരാജ് സിംഗ് ജി വരുമെന്നായിരുന്നു ഇന്നലെ വരെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ അതിന്റെ കൺഫർമേഷൻ അദ്ദേഹത്തിന് ഡൽഹി നിൽക്കേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം വരില്ല. പക്ഷെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻജി ഉണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്, പിന്നെ കലാ കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖന്മാരുണ്ട്. അങ്ങനെ നിരവധി വിശിഷ്ട വ്യക്തികൾ എല്ലാം ഇന്ന് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നുണ്ട്. പൂർണ്ണമായും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ആശങ്ക മാത്രമേ ഉള്ളൂ. അത് പമ്പയിലെ ജലത്തിന്റെ കുറവാണ്. ആ കുറവ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതൊന്ന് പരിഹരിക്കുവാനും അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ക്രമീകരണം നമ്മൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നടത്തിക്കഴിഞ്ഞു. ട്രയൽ റൺ ഇതിനെ നടത്തി വേണ്ടി വന്ന ഡാം തുറന്നു വിട്ടുകൊണ്ട് അത് ക്രമീകരിക്കാനുള്ള സമീപനം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ വള്ളംകളിയിൽ പങ്കെടുക്കുമ്പോൾ ഈ പള്ളിയോടങ്ങളിലെല്ലാം ഈ
നൊയമ്പ് നോറ്റ് വ്രതാനുഷ്ഠാനങ്ങൾ കൂടി എത്തുന്ന ആളുകൾ തുഴച്ചക്കരയിലേ ഉള്ളൂ. സാധാരണ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മറ്റ് കരകളിൽ നിന്നും ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പള്ളിയോടങ്ങൾ തുഴച്ചക്കാരായിട്ട് വന്ന് അവരെ അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള കാര്യം കർശന നിർദ്ദേശം ഇപ്രാവശ്യം മത്സരത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് 52 കരയിലെ ആൾക്കാർ തുടങ്ങി. അതാണ് പുറത്തുനിന്ന് വരുമ്പോഴാണ് ഈ വാശിയും വൈരാഗ്യവും ഇതൊരു മത്സരമായി. ഇത് മത്സരം മാത്രമല്ല, നമ്മുടെ ഇത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി ചെറിയ രീതിയിലുള്ള ഒരു മത്സരം അത്രേ ഉള്ളൂ. മത്സരത്തിനല്ല ആറന്മുളയിൽ മുൻതൂക്കം കൊടുക്കുന്നത്. ആറന്മുളയിൽ മുൻതൂക്കം കൊടുക്കുന്നത് ആചാര അനുഷ്ഠാന ജലഘോഷയാത്രയാണ്. അതിനെല്ലാവരും വരിക, ഭഗവാനെ തൃപ്തിപ്പെടുത്തുക, ഭഗവാനൊപ്പം എല്ലാവരും ഉണ്ടെന്നൊരു സങ്കല്പത്തിൽ വന്ന് ഭഗവാനെ വണങ്ങി സ്തുതിച്ച് പാട്ടുപാടി പ്രസാദം മേടിച്ച് 12 മണിയോടുകൂടി സത്രക്കടവിലെത്തി ജലഘോഷയാത്രയെ തയ്യാറെടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ അതിനുശേഷം കരകളുടെ ഒരു ആവശ്യപ്രകാരം ചെറിയ ഒരു മത്സരം. അതെന്താന്ന് വെച്ചാൽ അത് പുറത്തുനിന്ന് ആൾക്കാരെ കുലിക്ക് കൊണ്ടുവന്ന് തൊഴിലിപ്പിച്ച് വള്ളങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതും ചൂണ്ടുന്നതും തമ്മിൽ വളരെ സ്പീഡിൽ പോകുമ്പോൾ കയ്യിൽ നിൽക്കാത്ത രീതി വരുന്നു, വള്ളം കയ്യിൽ നിന്ന് പോകുന്നു. അതൊക്കെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരരുതെന്നും കരകൾ തമ്മിലാവുമ്പോൾ ഒരു ആരോഗ്യകരമായി നാളെയും കാണേണ്ടവരാണ് എന്നുള്ള രീതിയിൽ ഒരു അടി ബഹളം ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ നിന്നും ആളെ കൊണ്ടുവരില്ല. അത് ഇപ്രാവശ്യം കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നും പള്ളിയോട സഭാ സംഘത്തിന്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടുണ്ട്. പൊതുസഭയുടെ തീരുമാനം അച്ചടിച്ച് പ്രിന്റ് ആക്കി കരട് കൊടുത്തിട്ടുണ്ട്. കരനാഥക്കന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, ക്യാപ്റ്റന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ ക്രമീകരണമാണ് ആറന്മുള ഉത്രട്ടാതി ജലമേളയുമായി ബന്ധപ്പെട്ട് സംഘാടകർ ആറന്മുളയിൽ നിന്നും ശശി നാരായണ, ന്യൂസ് 18. സൂചിപ്പിച്ചതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ മുറിവേറ്റ വയനാടിൻ്റെ കണ്ണീരുണങ്ങും മുമ്പായിരുന്നു ഇത്തവണ ഓണം എത്തിയത്. ആ ഓണത്തിൻ്റെ സമാപനം, ഓണാഘോഷത്തിൻ്റെ സമാപനത്തിലും വയനാടിനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് കേരളം ഒന്നാകെ ആഗ്രഹിക്കുന്നത്.